മത്സ്യത്തൊഴിലാളികൾക്കും വള്ളങ്ങൾക്കും ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ പ്രവേശിപ്പിക്കുന്നതിന് ടോൾ ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ഹാർബറിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഹാർബറിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ഉദ്ഘാടനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ നിർവഹിച്ചു. വള്ളങ്ങൾക്കാവശ്യമായ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള വഴികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മതിൽ കെട്ടി അടച്ചതോടെ ഹാർബറിൽ പ്രതിഷേധം വ്യാപകമായിരുന്നു. ഇതിനിടയിലാണ് ടോളും കൂടി ഏർപ്പെടുത്തിയത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ സമരവുമായി രംഗത്തെത്തിയത്. സമരം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. ഹാർബറിന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. മത്സ്യവറുതി മൂലം പ്രതിസന്ധിയിലായ മത്സ്യമേഖലയുടെ സംരക്ഷണ കവചമായ സബ്സിഡികൾ ഒന്നൊന്നായി ഇല്ലാതാക്കിയ സർക്കാർ വള്ളങ്ങൾക്ക് ഭാരിച്ച രജിസ്ട്രേഷൻ, ലൈസൻസ് ഫീസ് തുടങ്ങിയവ ഏർപ്പെടുത്തിയത് മേഖലയ്ക്ക് കനത്ത പ്രകാരമാണ് ഉളവാക്കിയതെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണം. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഹാർബറിൽ ഇത്തരത്തിൽ ടോളും ഏർപ്പെടുത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ ഈ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ആവശ്യം നേടിയെടുക്കുന്നവരെ സമരം ശക്തമാക്കുമെന്നും ജാക്സൺ പൊള്ളയിൽ അറിയിച്ചു. ഈ ഹാർബറിലെ 10,000-കണക്കിന് തൊഴിലാളികളാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അവരെ അകത്ത് കയറണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം, അവരുടെ യാനങ്ങൾ കെട്ടിടണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു വള്ളം ഏതാണ്ട് 1.25 ലക്ഷം രൂപയിലധികം ടോളിനത്തിൽ മാത്രം കൊടുക്കണം. തൊഴിലാളികളുടെ ഫീസും വേറെ കൊടുക്കണം. അതിനകത്ത് കയറുന്ന വാഹനത്തിന് ഫീസ് കൊടുക്കണം, കച്ചവടക്കാർക്ക് ഫീസ് കൊടുക്കണം, അതിനകത്ത് കയറുന്ന പബ്ലിക്കിന് ഫീസ് കൊടുക്കണം, അതിനകത്ത് നിന്ന് എടുക്കുന്ന മത്സ്യം പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനും ടോൾ കൊടുക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും ഫിഷറീസ് വകുപ്പും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യിലിന്റെ അധ്യക്ഷതയിൽ ഫാദർ ജോൺ കളത്തിൽ, PS പൊടിയൻ, PV വിൽസൺ, ഷൗര്യാർ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 3ാമത്തെ വാർഫ് കിഴക്ക് പടിഞ്ഞാറ് പണിത് തരണം. അതിവിടുത്തെ ഉദ്യോഗ വൃന്ദങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇത് പണിതിട്ടിട്ട് കാര്യമില്ല. ഇത് മത്സ്യത്തൊഴിലാളിക്ക് ഉപകാരമാകുന്ന വിധത്തിലേക്ക് തന്നെ ഇത് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ശക്തമായ രീതിയിൽ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.